അങ്ങനെ ഉപ്പും മുളകും ലൈറ്റ് കുടുംബ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ആരും അതിനെപ്പറ്റി ചിന്തിക്കാതെ മറന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിൽ അവരുടെ അച്ഛനും അമ്മയും ഇപ്പോൾ വീഡിയോസ് ഇടുന്നില്ല. പിന്നെ പൊന്നൂസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മൂത്ത മകള് വീഡിയോ ഒക്കെ ഇട്ട് അവരുടേതായ വഴിക്ക് പോകുന്നു. നന്ദൂസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇളയ മകള് വീഡിയോ ഇട്ട് അവരുടെ വഴിക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഇന്ന് ആ ഇളയ കുട്ടിയുടെ, അതായത് ഇറങ്ങിപ്പോയ കുട്ടിയുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ മൂത്ത ചേച്ചി പൊന്നൂസ് വ്ളോഗിൽ ഒരു Q&A അവർ സംഘടിപ്പിക്കുകയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഇന്നലെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ വീഡിയോ തുടങ്ങുമ്പോൾ തൊട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ആവശ്യമുള്ള കാര്യം മാത്രമേ ഈ ക്വസ്റ്റ്യനായിട്ട് എടുത്തിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും ഞങ്ങൾ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോസൊക്കെ തുടങ്ങുന്നത്. അപ്പം അതിനകത്ത് ഭൂരിഭാഗവും പറയുന്നത് ഈ ഇറങ്ങിപ്പോയ കുട്ടിയുടെ പേരൊന്നും പറയുന്നില്ല, പേര് പറയാതെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളൊക്കെ ഒരുവിധം കെട്ടടങ്ങിയിരിക്കുന്ന സമയത്ത് ആവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഉത്തരം പറയുന്നുള്ളൂ എന്ന് പറയുന്ന സാഹചര്യത്തിൽ മറ്റവരെ മനഃപൂർവ്വം അവരുടെ കാര്യം പറയിക്കാൻ തന്നെ വേണ്ടിയിട്ടാണോ അവരെ വീഡിയോ എടുത്തതെന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടായിട്ടുണ്ടാകും കേട്ടോ. അപ്പം എന്താണെങ്കിലും അതിനകത്ത് അവർ കുറേ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പം മറുപടി പറയുന്നത് തെറ്റില്ല, കാരണം അവർ ഒരു പ്രതിസ്ഥാനത്ത് നല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പം അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അവരത് ചെയ്തിട്ടുണ്ട്. ചിലവരത് കേട്ടില്ല കണ്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകും, പക്ഷേ ഇവരതിന് വളരെ നല്ല രീതിയിൽ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് അവർ പറയുമ്പോഴൊക്കെ അനീതിക്കെതിരായിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ സമയത്തും അനീതിക്കും അനീതിൻ്റെ കെട്ടിയതിനെതിരായിട്ട് തന്നെയാണ് മൂത്ത ചേച്ചിയും ഭർത്താവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരും എന്നെ കുറ്റം പറയാൻ വരണ്ട, കാരണം 2.5 വർഷം മുമ്പ് ഞാൻ ഇറങ്ങിപ്പോയ സമയത്ത് എൻ്റെ അമ്മ അനുഭവിച്ച വേദന എനിക്കറിയില്ലായിരുന്നു, കാരണം അന്ന് ഞാനൊരു അമ്മയല്ലായിരുന്നു. ഇപ്പോൾ 2.5 വർഷത്തിന് ശേഷം എനിക്കൊരു കുട്ടിയുണ്ട്, അപ്പം ഒരമ്മയുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന ഒരുപാട് കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു. അപ്പം അതുമാത്രമല്ല, ഈ വീഡിയോ പലരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയും കമൻറ്റുകളൊക്കെ വായിച്ചപ്പം എനിക്കും തോന്നിയൊരു കാര്യമാണ്, ഒരു അമ്മയുടെ വേദന മനസ്സിലാക്കണമെങ്കിൽ ഒരമ്മയാകേണ്ട ആവശ്യമില്ല, ഒരു അമ്മേനെ മനസ്സിലാക്കുന്ന നല്ല മകളായാൽ മതി. അപ്പം നമുക്ക് ഒരമ്മേൻ്റെ വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പം ഈ ഇളയ കുട്ടിയാണെങ്കിലും ഇറങ്ങിപ്പോയിരിക്കുന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരാളുടെ കൂടെയാണ്. പക്ഷേ അന്ന് എന്താണ് സംഭവിച്ചത് 2 വർഷം മുമ്പ്, അത് പറയണമെന്ന് ഉദ്ദേശിച്ച് പറയുന്നൊന്നും അല്ല കേട്ടോ, കാരണം അവർ തന്നെയായിട്ട് ഈ വിഷയം വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. എങ്കിൽ പിന്നെ അമ്മയോട് അച്ഛനോടൊക്കെ ഇത്ര സ്നേഹമുള്ള മകളാണെങ്കിൽ എന്തുകൊണ്ടാണ് എൻഗേജ്മെൻറ്റ് വരെ ഈ കാര്യം പറയാതിരുന്നത്? അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരാൾ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടമെന്ന് പറയുവാണെങ്കിൽ അത് അച്ഛനും അമ്മയും സമ്മതിക്കാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇപ്പോഴാണ് പറയുന്നത്, ഞാൻ അമ്മയായപ്പോൾ എനിക്ക് അമ്മേൻ്റെ വേദന മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്മേൻ്റെ വേദന അച്ഛൻ്റെ വേദനയെ മനസ്സിലാക്കണമെങ്കിൽ അമ്മയും അച്ഛനൊന്നും ആകേണ്ട കാര്യമില്ല, നല്ലൊരു മകനോ മകളോ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താണെങ്കിലും വളരെ നല്ല രീതിയിൽ കുഞ്ഞിൻ്റെ കല്യാണം, നന്ദൂസ് വ്ളോഗിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഗുരുവായൂർ വെച്ചായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവരുടെ കുടുംബക്കാരൊന്നും ഇല്ലായിരുന്നു, സ്വാഭാവികമായിട്ടും ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പം എന്താണെങ്കിലും കൊള്ളാം, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോട്ടെ. എന്താണെങ്കിലും ഈ പ്രശ്നമൊക്കെ കെട്ടടങ്ങിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു എന്താ പറയുക, ഇങ്ങനെയൊരു Q&Aയുമായി വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ തുറന്നു പറച്ചിൽ ഇനിയിപ്പോൾ അടുത്തത് അനീതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ അറിയത്തില്ല. എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2.5 വർഷം മുമ്പ് ഇവരിറങ്ങിപ്പോയ സമയത്ത്, അതായത് മൂത്ത ചേച്ചി അത് തന്നെ ഇറങ്ങിപ്പോയ സമയത്ത് പലതരത്തിലുള്ള വിവാദപരമായ ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര കാര്യങ്ങളൊക്കെയായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവരൊന്നിച്ചു. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇളയ കുട്ടി ഇറങ്ങിപ്പോയി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ അവരും ഒന്നിക്കാൻ സാധ്യതയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എല്ലാം സ്വന്തം ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തൊരു സാഹചര്യം വന്നാലും ഈ കുടുംബമൊക്കെ ഒന്നാകാനുള്ളവരാണ്. അപ്പം സ്വന്തം അനീതിനെ പറ്റി ചെളിവാരി എറിഞ്ഞുകൊണ്ട് ഒരു കാര്യം വീഡിയോ ചെയ്യുമ്പം ഒന്ന് ആലോചിക്കുക, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം ഞങ്ങളിനി ഒന്നിക്കുമ്പം ഈ പറഞ്ഞതിനൊക്കെ
എന്ത് ചെയ്യും? പറഞ്ഞതൊക്കെ ഇതുപോലെ തന്നെ കിടക്കും യൂട്യൂബിൽ. ഇനിയിപ്പോൾ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ അടുത്ത് കൂടി വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ ഇവർ ഒന്നായി കഴിയുന്ന സമയത്ത് ഉറപ്പായിട്ട് എന്നെപ്പോലെയുള്ള ആൾക്കാർ വീഡിയോ ചെയ്യും. കാരണം അത്രയും വെറുപ്പായിരുന്നു ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒന്നാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഏതെങ്കിലും ഒരു കാലത്ത് ഒന്നാകും. പിന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ മൂത്ത അതായത് പൊന്നൂസിനെ കെട്ടിയേക്കുന്ന ഷെബിൻ, പുള്ളിൻ്റെ വീട്ടുകാർ ഇതുവരെ പുള്ളീനെയും ഈ പൊന്നൂസിനെ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇവരുടെ വീഡിയോ കാണുന്ന ഒരാളൊന്നുമല്ല. ഞാനാണെങ്കിൽ ഇവരുടെ ഈ പ്രശ്നം വന്നതിന് ശേഷമാണ് ഇവരുടെ ഇതിങ്ങനെ എന്താണ് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അവൻ്റെ അതായത് ഈ ഷെബിൻ്റെ വീട്ടുകാരൊന്നും ഇതുവരെ ഇവരുടെ കല്യാണം അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ ഷെബിൻ്റെ വീട്ടുകാർ ഇവരെ സ്വീകരിച്ചതോ ഒന്നുമായിട്ട് പറയുന്നില്ല. അതിനകത്ത് പറയുന്നുണ്ട് അമ്മേനെ കാണാത്തതിൽ വിഷമമുണ്ട്, പക്ഷേ വീട്ടുകാരൊന്നും അംഗീകരിക്കുന്നില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ പോക്ക് നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആവശ്യമില്ലാത്ത കുറേ കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. വേണ്ടവരൊക്കെ പോയി നോക്കുക, അവരുടെ ചാനലിൽ കിടപ്പുണ്ട്. 32 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോ ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയ വിവാദങ്ങൾക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളെപ്പോലുള്ള ഒരു കണ്ടൻ്റ് ഒന്നും ഇല്ലാതിരിക്കുമായിരുന്നു, എന്നാണെങ്കിലും കണ്ടൻറ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. കൊള്ളാം.